ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൗഖ്യവും സമാധാനവും നമുക്ക് നമ്മുടെ ആരോഗ്യം നൽകില്ല. ആരോഗ്യമുള്ളത് കൊണ്ട് ഒരാൾക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സൗഖ്യവും സമാധാനവും നമ്മുടെ ധനം നമുക്ക് സമ്മാനിക്കില്ല. അങ്ങനെയെങ്കിൽ പണമുള്ളവർക്കൊക്കെയും സമാധാനം ഉണ്ടായിരിക്കേണ്ടതുണ്ട്, അത് കാണുന്നില്ല. ഭൗതികമായ ഒരു മെറ്റീരിയലും ഒരു വസ്തുവും ഒരു ധനവും നൽകാത്ത ഒന്ന് മനസ്സമാധാനവും മനഃശാന്തിയും സൗഖ്യവും. ഇത് ലഭിക്കുന്ന ഒരു കോട്ട, ഇത് സമ്മാനിക്കുന്ന ഒരു കോട്ട, സുരക്ഷിതമായ താവളമാണ് അന്നഫ്സുൽ മുത്മഇന്ന. ഖുർആനിന്റെ ഭാഷയിൽ നഫ്സ് മുത്മഇന്ന. അതാണൊരു സത്യവിശ്വാസിയുടെ ലക്ഷ്യം. മാനസിക പുരോഗതിയിലെ അവന്റെ ലക്ഷ്യം നഫ്സ് മുത്മഇന്നയാണ്, അഥവാ ശാന്തിയടഞ്ഞ മനസ്സ്, സമാധാനത്തിലെത്തിയ മനസ്സ്. അങ്ങോട്ടെത്താൻ എന്താണ് മാർഗം എന്നതാണ് നാം ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത്, അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യ മനസ്സിന്റെ വിവിധങ്ങളായ അവസ്ഥകൾ, വിവിധ സ്വഭാവങ്ങൾ, രീതികൾ, അതേക്കുറിച്ചാണ് നമ്മുടെ പഠനം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു സത്യവിശ്വാസി ഈ തലത്തിലെത്തിയാൽ നഫ്സ് മുത്മഇന്ന എന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയ ആത്മീയ പുരോഗതിയുടെ ഔന്നിത്യമായ പ്രശാന്ത മനസ്സ്, അടങ്ങിയ മനസ്സിന്റെ ആ മാനസിക നിലവാരത്തിലേക്ക് ഒരു സത്യവിശ്വാസി എത്തിപ്പെട്ടാൽ പിന്നെ അല്ലാഹുവിൽ നിന്ന് നിരന്തരം അല്ലാഹുവിന്റെ സഹായങ്ങൾ വന്നുകൊണ്ടിരിക്കും. നിരന്തരം അല്ലാഹുവിൽ നിന്ന് സമാധാനിപ്പിക്കലുകളും ആശ്വസിപ്പിക്കലുകളും വന്നുകൊണ്ടേയിരിക്കും. നാം നേരത്തെ ഖുർആനിൽ നിന്നു തന്നെ പറഞ്ഞല്ലോ, ആത്മീയ പുരോഗതി കൈവരിച്ച ഒരു മനുഷ്യൻ അചഞ്ചലമായ ഈമാൻ കൊണ്ട് കുറ്റമറ്റ ദീനുൽ ഇസ്ലാം കരഗതമാക്കുക വഴി അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ചാരത്തേക്ക് അല്ലാഹു നിരന്തരം മലക്കുകളെ പറഞ്ഞു അയച്ചുകൊണ്ടിരിക്കും. റൂഹ് പിടിക്കാനല്ല, ഈ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മനസ്സിലേക്ക്, അവന്റെ ചാരത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ അയച്ചുകൊണ്ടിരിക്കും. മനുഷ്യനാണല്ലോ, മനുഷ്യനെന്ന നിലക്ക് ഭയാശങ്കകൾക്ക് വകയുള്ള ഒരു കേസ് മുന്നിൽ വന്നു നിൽക്കുമ്പോ എത്ര കരുത്തുള്ള ആളാണെങ്കിലും ഭീതി ജനിപ്പിക്കും വിധത്തിലൊരു പ്രതിസന്ധി, ഒരു അപകടം, ഒരു അപായം മുന്നിൽ വന്ന് വാപ്പിളർത്തി നിൽക്കുന്ന ഘട്ടത്തിൽ അല്ലാ തഖാഫു എന്ന് മലക്കുകൾ ഈ മനുഷ്യനെ സമാധാനിപ്പിക്കുമെന്ന് അല്ലാഹു. അല്ലാ തഖാഫു, നിങ്ങൾ എന്തിനു പേടിക്കണം? സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും വളർച്ചയുടെയും തളർച്ചയുടെയും ഉടമസ്ഥൻ നിങ്ങളുടെ കൂടെയുണ്ടായ ഈ അവസ്ഥയിൽ ഉണ്ടെന്നിരിക്കെ അല്ലാ തഖാഫു, പേടിക്കണ്ട. എന്തിനു പേടിക്കണം? അതങ്ങ് വരട്ടെ. ആകാശം ഇങ്ങ് ഇടിഞ്ഞു വീഴുകയാണെങ്കിൽ ഈ മുത്മഇന്നക്കാരൻ ഒന്ന് മനുഷ്യ സഹജമായ ആ പ്രകൃതിയിൽ ഒന്ന് കിടിലം കൊള്ളാനാകുമ്പോ മലക്കുകൾ വന്ന് പറയും അല്ലാ തഖാഫു, പേടിക്കല്ലേ. എന്തിനു പേടിക്കണം? പിറകിൽ കഷ്ടനഷ്ടങ്ങളുടെ, പിറകിൽ കഴിഞ്ഞുപോയ ജീവിതത്തിന്റെ നഷ്ടങ്ങളോർത്ത് ദുഃഖത്തിനും വ്യസനത്തിനുമുള്ള അവസ്ഥ മനസ്സിൽ നിന്ന് ഉയർന്നു വരുന്ന നേരത്ത് ഈ മലക്കുകൾ പറയും വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കണ്ട. എന്തിനു ദുഃഖിക്കണം? അള്ളാഹുവിന്റെ ഖജനാവിൽ എമ്പാടും ഉണ്ടല്ലോ, പോയതങ്ങോട്ട് പോട്ടെ.
ആ അള്ളാഹു വേണ്ടെന്ന് വെച്ചത് കൊണ്ടല്ലേ ആ നഷ്ടങ്ങളും കഷ്ടങ്ങളും വന്നത്. വലാ തഹ്സനു, ദുഃഖിക്കരുതേ. എന്തിനു ദുഃഖിക്കണം, എന്തിനു ഭയക്കണം? വരാനുള്ള ഭയാശങ്കകളുടെ കാര്യത്തിൽ അല്ലാ തഖാഫു എന്നും, കഴിഞ്ഞുപോയ കഷ്ടനഷ്ടങ്ങളുടെ കാര്യത്തിൽ വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല എന്നും. എന്നു മാത്രമല്ല, ഭാവിയാണെങ്കിലും ഭൂതമാണെങ്കിലും വർത്തമാനമാണെങ്കിലും അവിടെയൊന്നും നിങ്ങൾക്ക് ക്ലേശിക്കേണ്ടതായി ആശങ്കക്ക് വകയുള്ളതായി ഒന്നുമില്ല. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. നിങ്ങൾക്ക് സേവനം ചെയ്യാൻ, നിങ്ങൾക്ക് സദാ സഹായങ്ങൾ നൽകാൻ, നിങ്ങളുടെ സന്തത സഹചാരികളായി, നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകാനായി സദാ ഞങ്ങളെ അള്ളാഹു നിയോഗിച്ചിരിക്കുകയാണ്. സദാ നിങ്ങൾക്ക് കൂട്ടിന് ഞങ്ങളുണ്ട്. ഈ ലോക ജീവിതത്തിലെ പ്രതിസന്ധികളിലും പരലോകത്തെ ബുദ്ധിമുട്ടിലും നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ട്. ഇത് പറയാൻ, ഇവിധം കരുത്ത് തരാൻ, ഇവിധം ധൈര്യം തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തിനെ നിയമിച്ചിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. പേടി മനുഷ്യ സഹജല്ലേ, ആരും ഒന്ന് പേടിക്കുമല്ലോ. ആ പേടിക്കുന്ന നേരെ തന്നെ നമ്മളെപ്പോലത്തെ ആളുകൾ തന്നെ ആശ്വസിപ്പിച്ചാൽ ഒരു സമാധാനം കിട്ടും. ഇത് നമ്മളെപ്പോലത്തെ പടപ്പുകളല്ല, അള്ളാഹുവിന്റെ മുഖറബുകളായ മലക്കുകളാണ് ഈ ആശ്വാസവചനങ്ങളുമായി കടന്നു വരുന്നത് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ മുമ്പാകെ. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ചു പറയുന്നുണ്ട്. ഇത് മരിക്കുന്ന നേരത്തെ അല്ലട്ടോ ഈ ആശ്വസിപ്പിക്കല്, അത് പൊട്ട തെറ്റാവും ആ വിവരണം. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്ന നേരത്ത് ദുനിയാവിൽ ഞങ്ങൾ സഹായിക്കുന്നു പറയുന്നത് നിരർത്ഥകമാണ്. അങ്ങനെ ആരും അർത്ഥം വെക്കരുതേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുന്നു, ഖദ് അഫ്ലഹ മൻ അഖ്ലസ ഖൽബഹു ലിൽ ഈമാൻ വജഅല ഖൽബഹു സലീമാ വലിസാനഹു സാദിഖാ വനഫ്സഹു മുത്മഇന്നതൻ. സദഖ റസൂലുള്ളാഹി. ഖദ് അഫ്ലഹ, തീർച്ചയായിട്ടും വിജയം കൈവരിച്ചിരിക്കുന്നു, റാങ്ക് മാർക്കോടുകൂടെ പാസ്സായിരിക്കുന്നു. ആര്? മൻ, ചില ആളുകൾ, അഖ്ലസ ഖൽബഹു ലിൽ ഈമാൻ, അവരുടെ ഹൃദയങ്ങളെ ഈമാൻ ഉൾക്കൊള്ളാൻ പര്യാപ്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ടാ ഇപ്പൊ ഹൃദയത്തിലുള്ള ഏർപ്പാടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെ പണിപ്പ് എവിടെയാണ്? സുജൂദ് നന്നാക്കുന്ന കേസല്ല, റുക്കൂയിൽ എങ്ങനെ കുനിയണം എന്നതല്ല ഇപ്പത്തെ ചർച്ച. ഇപ്പത്തെ ചർച്ച നമ്മുടെ ഖൽബെന്ന പാത്രത്തിൽ ഈമാനൊന്ന് നിലനിൽക്കാൻ വേണ്ട പരിശ്രമത്തിലാണ് നാം ഉള്ളത്. അതെങ്ങനെ സാധ്യമാകുമെന്ന പഠനത്തിലാണ് നാം ഉള്ളത്. ഖദ് അഫ്ലഹ, തീർച്ചയായിട്ടും വിജയിച്ചതാരാണെന്നറിയുമോ? മൻ അഖ്ലസ ഖൽബഹു ലിൽ ഈമാൻ, സത്യവിശ്വാസം ഉൾക്കൊള്ളാൻ പാകത്തിൽ ഹൃദയത്തെ സംവിധാനിച്ചവർ, നിഷ്കളങ്കമാക്കി വെച്ചവർ. വജഅല ഖൽബഹു സലീമാ, ആ വ്യക്തികൾ വിജയികൾ, അവരുടെ ഹൃദയങ്ങളെ സലീമാക്കിയിട്ടുണ്ട്, രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എന്തിൽ നിന്ന് രക്ഷപ്പെടുത്തി? ദുസ്വഭാവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി, മനോവൃത്തികളിൽ നിന്ന് രക്ഷപ്പെടുത്തി, അനാവശ്യ ഭീതിയിൽ നിന്ന് ഹൃദയത്തെ രക്ഷപ്പെടുത്തി, അനാവശ്യ ദുഃഖങ്ങളിൽ നിന്ന് ഹൃദയത്തെ രക്ഷപ്പെടുത്തി. വജഅല ഖൽബഹു സലീമ, ഹൃദയം രക്ഷപ്പെട്ടു. കൊളസ്ട്രോളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, മെഡിസിൻ അടിക്കുന്നുണ്ട്. രാവിലെ സുബൈക്ക് എണീക്കാൻ മടിയുള്ളവനും 4:30 തന്നെ എണീറ്റ് ഓടുന്നുണ്ട്. അത് ഹൃദയത്തിന്റെ ഫിസിക്കൽ പ്രോബ്ലം, അതല്ല.
അതല്ല, ആത്മീയമായ കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ആരോഗ്യകരമായ ഹൃദയത്തെ സംവിധാനിച്ച വ്യക്തികളാരോ അവരാണ് വിജയിച്ചത്. വലിസാനഹു സ്വാദിഖാ, അവരുടെ നാവുകളെ അവർ സത്യത്തിൽ വിനിയോഗിച്ചു, നാവിനെ സത്യവാനാക്കി. ഞാനിപ്പോ അങ്ങനെ കളവൊന്നും പറയുന്നില്ലല്ലോ. കളവ് നിങ്ങൾ കുടുംബത്തിലും കച്ചവടത്തിലും തൊഴിലിലും നാട്ടുകാരോടും വീട്ടുകാരോടും ബന്ധുക്കളോടും സ്നേഹിതന്മാരോടും പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ പരമഭക്തരെന്ന് വിലയിരുത്തപ്പെടുന്നവർ സാദാസീദാ അടിക്കുന്ന ബഡായിയാണ്, കളവാണ്. അള്ളാഹുവിനോടുള്ള കളവ് അതിവിടെ പെടും. ഏതാ ഈ അള്ളാഹിനോടുള്ള കളവ്? അല്ലാഹു അക്ബർ എന്ന ലോകവിടല്. പെരുന്നാളാണ് വരുന്നത്, നമ്മൾ മുഴക്കുമല്ലോ അല്ലാഹു അക്ബറുല്ലാഹു. എത്ര മനോഹരമായിട്ട് തക്ബീർ മുഴക്കും. ജീവിതം കൊണ്ടും അതുപോലെ തന്നെ പ്രായോഗികമായിട്ടും അൽമാലു അക്ബർ, എന്റെ ധനമാണ് അക്ബർ. അൽ ജാഹു അക്ബർ, എന്റെ സ്ഥാനമാനങ്ങളാണ് എനിക്ക് വലുത്. എന്റെ ദുനിയാവാണ് എനിക്ക് വലുത്. അല്ലെങ്കിൽ എന്റെ കെട്ടിയോളാണ് എനിക്ക് വലുത്. എന്റെ കുട്ടികളാണ് എനിക്ക് വലുത്. തക്ബീർ ഇങ്ങനെ പച്ച നുണ പറയും. അൽഹംദുലില്ലാ എന്ന കളവ്, സുബ്ഹാനല്ലാഹ് എന്ന കളവ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന ലോകബടായി. അതൊക്കെ നുണയാവൂ? ഞാൻ എന്റെ മുഖത്തെ ആകാശഭൂമികളെ മുൻ പ്ലാൻ വരക്കാതെ സംവിധാനിച്ച ഉടമസ്ഥനായ തമ്പുരാനിലേക്ക് എന്റെ മനസ്സിന്റെ മുഖം നേരിടിച്ചു. എന്റെ മനസ്സ് ആകാശഭൂമികളെ സംവിധാനിച്ച പ്രപഞ്ചനാഥന്റെ നേർക്കാണ് എന്റെ മനസ്സുള്ളത്. ഇത് പറയുമ്പോ പോലുമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് വിട്ടോട്ടെ, ഞാൻ നിന്നെ ഉപദ്രവിക്കൂല എന്ന് പറയാം. മോന്തൊക്കെ ഇങ്ങനെ അടിച്ചിട്ടാ പറയുന്നത്, ഉപദ്രവിക്കൂലാട്ടോന്ന്. ഇത് പറയുന്ന നേരത്ത് മിനിമം ചിരി കഴിഞ്ഞ കിട്ടം കിട്ടോ പോയിക്കോട്ടെ. പറയുന്ന നേരത്തെ എവിടെ, കടയിലോ വീട്ടിലോ അല്ലെങ്കിൽ പറയാൻ പച്ചക്ക് പറയാൻ പറ്റാത്ത മേഖലയിലാണ്. എന്നിട്ടാണ് എന്റെ മനസ്സ് ഞാൻ ആകാശഭൂമികളെ സംവിധാനിച്ച നാഥനിലേക്ക് തിരിച്ചു വെച്ച് ലോകവിടായി. ഈ നുണയൊക്കെ നിർത്തണം. അല്ല വയല അത് നവ വള്ളിയിലരോ നിൽക്കാരൊക്കെ നിർത്താനാണല്ലോ ഈ പറയണത്. അതല്ല, നെഗറ്റീവായിട്ട് കൂട്ടല്ലേ, പോസിറ്റീവായിട്ട് എടുക്കുക. ഒക്കെ നെഗറ്റീവായിട്ടാ ചാടി പിടിക്കുള്ളൂ എന്ത് പറഞ്ഞാലും. വലിസാനഹു സ്വാദിഖാ, സത്യം പറയുന്ന നാവ് ആർക്കുണ്ടോ അവനാണ് വിജയി. വനഫ്സഹു മുത്മഇന്നാ, സമാധാനത്തിലെത്തിയ മനസ്സുള്ള വ്യക്തി. ആരാ വിജയിച്ചത്? തീർച്ചയായിട്ടും വിജയിച്ചതാരാ? ഈമാൻ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു ഹൃദയം, എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട ഒരു ഹൃദയം, സത്യം പറയുന്ന ഒരു നാവ്, സമാധാനമുള്ള ഒരു മനസ്സ്. ഇതാർക്ക് കിട്ടി അവൻ വിജയിച്ചു. എല്ലായിടത്തും വിജയിച്ചു കൂട്ടരെ. നിങ്ങളെ ഫാമിലിയിൽ വിജയിച്ചു, കുടുംബജീവിതത്തിൽ വിജയിച്ചു, നിങ്ങളെ കച്ചവടത്തിൽ വിജയിച്ചു. സ്വർഗത്തിൽ കയറി വിജയിക്കണ കേസല്ല ഈ പറയണേ. നിങ്ങളെ ദുനിയാവിലും നിങ്ങളെ ഖബറിലും നിങ്ങളെ മഹ്ശറയിലും നിങ്ങളെ പരലോക ജീവിതത്തിലും വിജയിച്ചു. അതന്നെയാണ് ഇതിനർത്ഥം. അതിനെന്ത് വേണം? മുത്തുമഇന്നത്തായ ഒരു മനസ്സിനെ കിട്ടണം, അടങ്ങിയ ഒരു മനസ്സിനെ കിട്ടണം, ശാന്തി തീരത്തണഞ്ഞ ഒരു മനസ്സിനെ കിട്ടണം. തീർന്നിട്ടില്ല കേട്ടോ. അങ്ങോട്ട് എങ്ങനെ എത്തുക എന്നുള്ളതാണ് നമ്മുടെ പഠനം. അങ്ങോട്ട് എത്താനുള്ള ഒരു ആഗ്രഹം ജനിപ്പിക്കുകയാണ് ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ ഈ പ്രസംഗത്തിലൊക്കെ ആയിട്ട് ചെയ്യുന്നത്. ചുമ്മാ നഫ്സ് മുത്തുമയിൻ എത്താനുള്ള വഴി ഇതുമാണ് പറഞ്ഞാല് അത് ആർക്കും കേറൂല. കേറിയാൽ തന്നെ അതിന്റെ വില തിരിയൂല. അപ്പൊ എന്താ ഈ നഫ്സ് മുത്തുമയിന്നത്ത്? അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, മുഅ്മിനിന് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. അത് ഗ്രഹിച്ചതിന്റെ പിറകെ അതിലേക്കുള്ള വഴി ഇൻഷാ അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് പറയാം, ആ വഴിക്ക് നമുക്ക് നീങ്ങാം. അങ്ങനെ ഇരുലോകത്തും നമുക്ക് വിജയം കൈവരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ മേഖലയിൽ ഒരുത്തൻ എത്തിയാൽ, ഏതു മേഖലയില്? നഫ്സു മുത്മഇന്ന എന്ന മേഖലയിൽ ഒരു സത്യവിശ്വാസി എത്തിയാൽ
അദ്ദേഹം അറിയാതെ ആ വ്യക്തി അറിയാത്ത വിധത്തിലും അറിഞ്ഞ വിധത്തിലും അല്ലാഹു അവരെ സഹായിക്കും. അല്ലാഹു നഫ്സ് മുത്മഇന്നക്കാരെ സഹായിക്കും, രക്ഷപ്പെടുത്തും. അവരറിഞ്ഞും രക്ഷപ്പെടുത്തും, അറിയാതെയും രക്ഷപ്പെടുത്തും. അങ്ങനെയല്ലോ, അങ്ങനെയാണ് തഖ്വ. തഖ്വയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവൻ ഊഹിക്കാത്ത, വിചാരിക്കാത്ത, പ്ലാൻ ചെയ്യാത്ത, ഒട്ടും പ്രതീക്ഷിക്കാത്ത, സ്വപ്നം കാണാൻ പോലും വകയില്ലാത്ത. അങ്ങനെണ്ടേ. മോളെ കല്യാണം ഉറപ്പിച്ചിട്ട് കാശ് കടവും കിട്ടുന്നില്ല, പലിശക്കും കിട്ടുന്നില്ല, എടങ്ങാറായി നാണം കെടുന്ന് തോന്നിയപ്പോഴാണ് അറത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത വിരല് വെക്കുന്ന പിശുക്കം വന്നിട്ട് ആവശ്യത്തിന് പണമാണ് കൊടുത്തത്. ഓൻ കൊടുക്കുവോ? ലോകത്ത് കൊടുക്കൂല. അങ്ങോട്ട് സ്വിച്ച് ഓൺ ചെയ്തു. അല്ലാഹ് ഉടമസ്ഥനായ അല്ലാഹ് മുഖല്ലിബുൽ ഖുലൂബ്, ഹൃദയങ്ങളെ ചലിപ്പിക്കുന്ന എല്ലാ അടിമകളുടെയും ഹൃദയങ്ങൾ റഹ്മാനായ റബ്ബിന്റെ വിരലുകൾക്കിടയിലാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. യുഖല്ലിബു ബിഹി മാ യശാ, അവൻ എങ്ങനെ ഉദ്ദേശിക്കുന്നു അതുപോലെ ഓരോ അടിമകളുടെയും ഹൃദയങ്ങളെ അല്ലാഹു അവന്റെ വിരലുകൾക്കിടയിലിട്ട് മറിക്കുകയും തിരിക്കുകയും ചെയ്യുമെന്ന് ഖാല റസൂലുള്ളാഹി. കണ്ടോ? ഈ നിലവാരത്തില് മുത്മഇന്നത്തില് എത്തിപ്പെട്ട ഒരാള്, ആ ആളെ അയാൾ അറിയും വിധത്തിലും അറിയാത്ത വിധത്തിലും അല്ലാഹു സഹായിക്കും, സംരക്ഷിക്കും. മആരിഫുൻ നുഫൂസ് എന്ന ഗ്രന്ഥത്തിൽ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റഹിമഹുല്ലാഹ് ഒരു ചരിത്രം പറയുന്നുണ്ട്. നഫ്സ് മുത്മഇന്ന എന്ന അധ്യായത്തില് എന്താ പറയുന്നത്? ഈ മുത്മഇന്നയിലെത്തിയ ഒരു നല്ല മനുഷ്യൻ, ശാന്തനായ മനുഷ്യൻ, വിധിയിൽ തൃപ്തിയടഞ്ഞ മനുഷ്യൻ, അല്ലാഹുവിനെ പൊരുത്തപ്പെട്ട മനുഷ്യൻ, മുസീബത്തുകളും പ്രയാസങ്ങളും വരുമ്പോ അക്ഷമനാകാതെ ശാന്തനായി സൈലന്റായി അല്ലാഹുവിൽ സമർപ്പിച്ചു പൊരുത്തപ്പെട്ട് നിന്നുകൊടുക്കുന്ന ഒരു മുത്മഇന്നത്തിന്റെ ഉടമയായ വ്യക്തി. പക്ഷെ ആ വ്യക്തിക്ക് നാട്ടിൽ ശത്രുക്കൾ ഉണ്ടാവും. അതുണ്ടാകും. നല്ല മനുഷ്യന്മാർക്ക് എന്നും ശത്രുക്കൾ ഉണ്ടാകും. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, സർവരാലും അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ ഫഅലം അന്നഹു ലിസുൻ, അവനൊരു കള്ളനായി മനസ്സിലാക്കിക്കോ. സർവരാലും കാര്യം പറഞ്ഞവന് മാർക്കറ്റ് ഉണ്ടാവില്ല. അങ്ങനെ തന്നെയുള്ളത്. കാര്യം പറഞ്ഞവന് ഭൂരിപക്ഷം കിട്ടൂല. കിട്ടുവോ? കിട്ടൂല. അവൻ ന്യൂനപക്ഷമാണ് അവന്റെ പിറകെ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ നല്ലവരായി ജീവിക്കുന്നവർക്ക് കല്ലേറ് വരും. നാട്ടിൽ നിന്ന് ശത്രുക്കൾ ഉണ്ടാകും, അത് ഉറപ്പാണ്. ഇമാം ഗസാലി പറയുന്ന കഥയിലെ കഥാപാത്രമായ മുത്മഇന്നക്കാരനായ നല്ല മനുഷ്യൻ, ആ നാട്ടിൽ ദീന് പറഞ്ഞു നടക്കുന്ന ആളുകൾ തന്നെ ഇദ്ദേഹത്തെ വിമർശിക്കുകയാണ്. ഇദ്ദേഹം ഒരു വഴിക്കിങ്ങനെ നടന്നു പോകവേ ശത്രുക്കളിൽപ്പെട്ട ഒരു കൊടും തെമ്മാടി പയ്യെ പിറകെ വന്നുകൊണ്ട് അദ്ദേഹത്തെ കല്ലെറിയുകയാണ്. ആ കല്ലേറ് മുത്മഇന്നക്കാരനായ അല്ലാഹുവിന്റെ ഇഷ്ടദാസനായ വ്യക്തിയുടെ പാദത്തിലാണ്, കാലിലാണ് പതിച്ചത്. മഹാനായ ആ മനുഷ്യൻ ആരാണ് തന്നെ കല്ലെറിയുന്നതെന്ന് തിരിഞ്ഞു നോക്കിയില്ല. തന്നെ ഉപദ്രവിച്ചവനെ ശാസിച്ചില്ല. അവനോട് കയർത്തൊന്നും ഉരിയാടിയില്ല. അവനെതിരെ മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക പോലും ചെയ്യാതെ, അവനെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ മുത്മഇന്നയുടെ ഉടമ തന്റെ ലക്ഷ്യത്തിലേക്ക് നടന്നു പോവുകയാണ്. അതന്നെ മുത്മഇന്നന്റെ പ്രത്യേകതയാണ്. അതേ പൊരുത്തപ്പെടുവേ. എനിക്കിപ്പോ ഏറ് തന്നത് അത് അള്ളാഹ് എറിയിപ്പിച്ചത് തന്നെയാണ്. ഇപ്പൊ എനിക്കത് ആവശ്യമായിരിക്കും. അതാണ് അയാൾ ചിന്തിക്കുക. പിന്നെ എങ്ങനെ തന്നെ എറിഞ്ഞവനെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ എന്ന് പ്രാർത്ഥിച്ചത്? പർവ്വതങ്ങളെ സംരക്ഷിക്കുന്ന ശക്തരായ കേമന്മാരായ മലക്കുകൾ വന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ്, അല്ലയോ അല്ലാഹുവിന്റെ തിരുദൂതരെ, ഈ പർവ്വതങ്ങൾ കൊണ്ടവരെ അദാബാക്കട്ടെ, തകർത്ത് കളയട്ടെ. അരുത്, എന്റെ ജനത അറിവില്ലാത്തവരാണ്. എന്തുകൊണ്ട് പറഞ്ഞു? ഈ മുത്തുമയിന്നയുടെ പവറാണ്. അത് ശാന്തമായി നിലകൊള്ളു ആ മനസ്സ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് ഏതായാലും അങ്ങനെ തന്നെയല്ലേ. ഇദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല, മൈൻഡ് ചെയ്തില്ല. അദ്ദേഹത്തിന്റെ വഴിക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, പോവാണ്. ആ സമയത്ത് ഈ കല്ലെറിഞ്ഞ ദുഷ്ടണ്ടല്ലോ, അവൻ നിന്ന നിൽപ്പാൽ മരിച്ചു വീഴുകയാണ്. അവിടെ ചത്തു വീണു. ഈ രണ്ട് രംഗത്തിനും സാക്ഷിയായ മൂന്നാമതൊരാളുണ്ടായിരുന്നു അവിടെ. ഇദ്ദേഹത്തെ കല്ലെറിയുന്നത് കണ്ട വ്യക്തി, ഈ കല്ലെറിഞ്ഞവൻ മരിച്ചു വീണത് കണ്ട വ്യക്തി, മൂന്നാമനായ ഒരു വ്യക്തിയുണ്ട്. ഇവൻ മരിച്ചു വീഴുന്നത് കണ്ടപ്പോൾ ആ മുത്തുമഇന്നക്കാരന്റെ പിറകെ ഓടിച്ചെല്ലാണ്. ഹലോ, അസ്സലാമു അലൈക്കും, നിങ്ങൾ എന്തിനാണ് ആ സാധുവിനെ നേരെ പ്രാർത്ഥിച്ചത്? നിങ്ങൾ എന്തിനാണ് ആ സാധുവിനെതിരെ പ്രാർത്ഥിച്ചത്? അദ്ദേഹം നശിച്ചുപോയല്ലോ, അദ്ദേഹം മരിച്ചുപോയല്ലോ. അപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത്, ആര്? ഏത് സാധു? നിങ്ങളെ കല്ലെറിഞ്ഞാള്? ഒരു കല്ലേറ് എനിക്ക് കിട്ടിയിരുന്നു. എനിക്ക് വല്ലാഹി അദ്ദേഹത്തെ അറിയില്ല, എന്നെ കല്ലെറിഞ്ഞവൻ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. സത്യായിരുന്നു. ഇദ്ദേഹം അറിഞ്ഞില്ലെങ്കിലും അല്ലാഹു അറിയും. ഇദ്ദേഹം വെറുതെ വിട്ടാലും അല്ലാഹു വെറുതെ വിടൂല. അതാണ് അല്ലാഹു സംരക്ഷണം ഏറ്റെടുത്താല്, അല്ലാഹു ഇവന്റെ കാര്യം ഏറ്റെടുത്താല് ഇയാൾ അറിയാത്ത വിധത്തിൽ ഇദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ്. ഞാൻ അറിഞ്ഞില്ല, ഞാനൊന്നും എതിരായി പ്രാർത്ഥിച്ചില്ല, എന്റെ നാവ് കൊണ്ടൊന്ന് ശപിക്കുക പോലും ചെയ്തിട്ടില്ല, വല്ലാഹി അത് സത്യായിരുന്നു. ഇങ്ങനെ ഈ ദുനിയാവിൽ മുത്തുമഇന്നക്കാരെ അല്ലാഹു പോറ്റും, അല്ലാഹു കെയർ ചെയ്യും. പോരെ, പിന്നെ നമ്മൾ കേസ് കൊടുക്കാൻ പോണോ? പോലീസ് സ്റ്റേഷനിൽ പരാതിക്ക് പോണോ? ഗുണ്ടകളെ വിട്ട് തല്ലിക്കണോ? പൈസ കൊടുത്തിട്ട് കൈകാര്യം ചെയ്യണോ? ഒന്നും വേണ്ട, അള്ളാനെ ഏൽപ്പിച്ചാ മതി. അള്ളാഹ്ക്കറിയാ കൈകാര്യം ചെയ്യാന്. ഈ വ്യക്തി ഒരു വെറുപ്പോടെ നോക്കുക പോലും ചെയ്തിട്ടില്ല. തന്നെ ഉപദ്രവിച്ചവനെ കണ്ണുകൊണ്ട് നോക്കി ഒന്ന് മനസ്സിലാക്കുക പോലും ചെയ്തിട്ടില്ല. അള്ളാഹു നോക്കി തന്നെ, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചു. എന്റെ ആൾക്കാരോട് ശത്രുത വെച്ച ആളുകൾ ആരായാലും, ഏത് കൊലകൊമ്പനാണെങ്കിലും ഞാൻ അവരോട് യുദ്ധം പ്രഖ്യാപിച്ചു. നല്ല യുദ്ധം പ്രഖ്യാപിച്ചാൽ സൈന്യത്തിന് വിടും. ലോകത്തെ 1-ാം നമ്പർ സൈന്യശക്തിയുള്ള രാഷ്ട്രം ചൈന, 2-ാം സ്ഥാനം ഇന്ത്യ. ഇതൊന്നുമല്ല, വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. കോടാനക്കോടി പട്ടാളക്കാരാ അള്ളാന്റെ അടുത്ത് മലക്കുകള്. ഇങ്ങോട്ട് വിടും, നമ്മളെ കണ്ണുകൊണ്ട് കാണൂല. കൊടുക്കേണ്ടത് കൊടുക്കും, അള്ളാഹ് തകർക്കേണ്ടത് തകർക്കും. ഇவ்விധത്തിൽ അള്ളാഹു സംരക്ഷിക്കും. ഇതാണ് ദുന്യാവിലെ അവസ്ഥ. ഇവിടുത്തെ അവസ്ഥ ഖബർത്തതല്ല. കൂട്ടുകാരെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തും മലക്കുകള്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത്, ഉറക്കത്തിന്റെ സമയത്ത് കുറച്ച് ഉയർന്ന ഭാഗത്ത് നിന്ന് അറിയാതെ ഉരുണ്ടു വീണാൽ ഒന്നും പറ്റാതിരിക്കല്ലേ. കുട്ടികൾ മുതൽ ഞാനെന്നെ നല്ല ഹൈറ്റുള്ള സ്ഥലത്ത് നിന്ന് ഉറക്കത്ത് വീണു പോയിട്ടുണ്ട്. ഒരു പോറല് പോലും ആയിട്ടില്ല, എണീറ്റിട്ടൊരു വേദനയില്ല. ഹഫളത്തിന്റെ മലായിക്കത്തിന്റെ പ്രൊട്ടക്ഷനാണത്. അങ്ങനെ സംരക്ഷകരായി അള്ളാഹു നിയോഗിച്ച മലക്കുകളുടെ ഭാഗത്ത് നിന്നുള്ള കെയറിംഗ് ആണത്. ഇങ്ങനെ അള്ളാഹു അവന്റെ പട്ടാളക്കാരെ കൊണ്ട് സേവനം ചെയ്യിപ്പിക്കുകയും സുരക്ഷയുടെ വഴിയൊരുക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യും. മുത്തുമഇന്നക്കാരെ ഈ ലോകത്ത് തന്നെ മാത്രമല്ല, കഴിഞ്ഞയാഴ്ച പറഞ്ഞല്ലോ, മരിക്കുന്ന നേരത്തും ഖബറിൽ നിന്ന് എണീക്കുന്ന നേരത്തും മഹ്ശറ വൻസഭയിൽ വെച്ചും ഈ വ്യക്തികളെ അള്ളാഹു സ്വാഗതം ചെയ്ത് വിളിക്കുന്ന വിളിയാണ്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതം മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലയോ ശാന്ത മനസ്സിന്റെ ഉടമയെ, സമാധാനം സിദ്ധിച്ച വ്യക്തിയെ, ഇർജിഇ ഇലാ റബ്ബികി, നീ നിന്റെ നാഥനിലേക്ക് മടങ്ങിവായോ. റാളിയതം മർളിയ, നിനക്ക് ആ റബ്ബിനെ ഇഷ്ടമാണല്ലോ, ആ റബ്ബിന് നിന്നെയും ഇഷ്ടമാണല്ലോ, അങ്ങോട്ട് മടങ്ങിവാ. എന്റെ ഇഷ്ടദാസന്മാരിൽ ഒരു അംഗമായി നീയും വാ.
വദ്ഖുലി ജന്നതി, ഖബറയിലേക്കാണ് നീ വരുന്നതെങ്കിലും നീ വരുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. മരണനേരത്ത് മലക്കുകൾ വന്ന് സ്വാഗതം പറയും. ഇനി ഖബറിൽ നിന്ന് മശറയിലേക്ക് പോകുമ്പോഴും സ്വാഗതം പറയും. പരലോകത്ത് വെച്ചും സ്വാഗതം പറയും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുവേ അക്കൂട്ടത്തിൽ പാവങ്ങളായ പാപികളായ ഞങ്ങളെയും ഉൾപ്പെടുത്തി തരേണമേ റഹ്മാനെ. എന്നാൽ ഈ നഫ്സു മുത്തുമയിന്നയെ പരിചയപ്പെടുത്തുന്നതിന്റെ മുമ്പ്, ഈ സ്വാഗത കാര്യം അല്ലാഹു പറയുന്നതിന്റെ മുമ്പ് സൂറ ഫജ്റിൽ അല്ലാഹു ആദ്യം പറയുന്നത് അങ്ങോട്ട് എത്താത്ത ആളുകളുടെ ദുരന്താണ്. എങ്ങോട്ടെത്താത്ത പള്ളിയിൽ വെള്ളിയാഴ്ച എത്താത്ത അതല്ല, മാനസികമായി അമ്മാറത്ത് വിട്ടുകൊണ്ട് ദുഷിച്ച മനസ്സിൽ നിന്ന് രാജിയായിക്കൊണ്ട് നഫ്സ് മുത്തുമയിന്നയിൽ എത്താത്ത ആളുകളുടെ ദുരവസ്ഥയാണ് സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു ആദ്യം വിശദീകരിക്കുന്നത്. فَأَمَّا الْإِنسَانُ إِذَا مَا ابْتَلَاهُ رَبُّهُ فَأَكْرَمَهُ وَنَعَّمَهُ فَيَقُولُ رَبِّي أَكْرَمَنِ وَأَمَّا إِذَا مَا ابْتَلَاهُ فَقَدَرَ عَلَيْهِ رِزْقَهُ فَيَقُولُ رَبِّي أَهَانَنِ كَلَّا بَل لَّا تُكْرِمُونَ الْيَتِيمَ وَلَا تَحَاضُّونَ عَلَى طَعَامِ الْمِسْكِينِ وَتَأْكُلُونَ التُّرَاثَ أَكْلًا لَمًّا وَتُحِبُّونَ الْمَالَ حُبًّا جَمًّا كَلَّا إِذَا دُكَّتِ الْأَرْضُ دَكًّا دَكًّا وَجَاءَ رَبُّكَ وَالْمَلَكُ صَفًّا صَفًّا وَجِيءَ يَوْمَئِذٍ بِجَهَنَّمَ يَوْمَئِذٍ يَتَذَكَّرُ الْإِنسَانُ وَأَنَّى لَهُ الذِّكْرَى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد. എന്നിട്ടാണ് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന എന്ന് വിളിക്കണേ. വെറുതെ ഈ വിളിയാണ് കേൾക്കാൻ പറ്റൂല. അതിന് നമ്മൾ റെഡിയാകണം. അതിന് റെഡിയാകാത്ത ആൾക്കാരുടെ സ്വഭാവം, ദുനിയാവിലെയും ആഖിറത്തിലെയും സ്വഭാവവും അവരുടെ ദുരന്തങ്ങളുമാണ് ഈ ആദ്യ ഭാഗത്ത് അല്ലാഹു വിശദീകരിച്ചത്. സൂറ ഫജ്ർ ഇമാമിങ്ങളൊക്കെ ഇടക്കിടക്ക് ഓതുന്ന ഒരു സൂറത്താണ്. നിങ്ങൾ കേട്ട് പരിചയം ഉണ്ടാവും. എന്താ അല്ലാഹു പറഞ്ഞത്? ഈ അമ്മാറത്തിൽ കിടന്നിട്ട് നട്ടം തിരിയുന്ന മനുഷ്യന്റെ നേച്ചറായ മനസ്സ്, ദുഷിച്ച മനസ്സിൽ കിടന്ന് ജീവിക്കുന്ന, അവർക്ക് നിസ്കാരം നോമ്പൊക്കെ ഉണ്ടാവും. അങ്ങനെ ജീവിക്കുന്ന ആളുകൾ, അവരുടെ അവസ്ഥ, അവരുടെ സ്വഭാവം, അവരുടെ പ്രവർത്തനങ്ങൾ, ഈ ദുന്യാവിൽ അവരുടെ സ്വഭാവം, മൈൻഡ് മരിച്ചെന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ, ദുന്യാവിലും ആഖിറത്തിലും അവർക്ക് രക്ഷയേ ഇല്ല. ഇതാണ് ഈ പറയുന്നത്. അപ്പോൾ മനുഷ്യന്റെ നേച്ചർ, പൊതുവേ മനുഷ്യന്റെ മൈൻഡ്, ഇതാ ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമ. അവന്റെ റബ്ബ് അവനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചിട്ട് അവനെ അനുഗ്രഹിക്കുകയും അവനെ ഒന്ന് ആദരിക്കുകയും ചെയ്താൽ, എന്ന് വെച്ചാൽ വേണ്ട പൈസ കൊടുത്തു, നല്ല ആരോഗ്യം കൊടുത്തു, മക്കളെ കൊടുത്തു, ചുറ്റുപാടൊക്കെ ക്ലിയർ ആക്കി കൊടുത്തു. എന്തിനാ കൊടുത്തത്? പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട്. അള്ളാഹു പറയാണ്, പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവനെ അനുഗ്രഹിക്കുകയും ഒന്ന് പ്രതാപയാക്കി വെക്കുകയും ചെയ്യുമ്പോ ഫയഖൂലു, അവൻ പറയും റബ്ബീ അക്രമൻ, അൽഹംദുലില്ലാഹ്, എന്റെ റബ്ബ് എന്നെ മാനിച്ചിട്ടുണ്ട്, എനിക്ക് ഒരു സ്ഥാനം തന്നിട്ടുണ്ട്, എന്റെ റബ്ബ് എന്നെ ആദരിച്ചിട്ടുണ്ട് എന്നവൻ പറയും. وَأَمَّا إِذَا مَا ابْتَلَاهُ فَقَدَرَ عَلَيْهِ رِزْقَهُ فَيَقُولُ رَبِّي أَهَانَنِ. പരീക്ഷണത്തിന്റെ ഭാഗമായി സാമ്പത്തിക മാന്യത്തിൽപ്പെടുത്തിയപ്പോ ഫഖദറ അലൈഹി റിസ്ഖ എന്ന് പറഞ്ഞു. ഒരു കുടുസ്, ജീവിതത്തിൽ ഒരു കുടുസ്, ഭക്ഷണത്തിലൊരു കുടുസ്, സമ്പത്തിലൊരു ഞെരുക്കം, ഇത് പരീക്ഷിക്കാൻ വേണ്ടി കൊടുത്താൽ ഫയഖൂലു, അവൻ പറയും റബ്ബി അഹാനൻ, എന്റെ പടച്ചോൻ എന്നെ തിരിഞ്ഞു നോക്കണില്ല കേട്ടോ,
നാവുകൊണ്ടൊന്നും പറഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ട് ഒത്തിരി തവണ പറയും. കിട്ടിയോളോട് മിനിമം പറയും. നമ്മളെ പടച്ചോരെ നമ്മളൊന്നും കാണില്ലല്ലോ, എത്ര ദുആ ചെയ്തു, ചെയ്യിപ്പിച്ചു, ഉള്ളത് വെച്ച് സ്വതഖ ചെയ്തു, പടച്ചോൻ മൈൻഡ് ചെയ്യണില്ലല്ലോ, അഹാനൻ എന്നെ അവഗണിക്കുകയും നിന്ദിക്കുകയും ചെയ്തിരിക്കുകയാണ്. അള്ളാഹു പറയുന്നു, കല്ല. ഈ സ്വഭാവം അമ്മാറക്കാരെ സ്വഭാവമാണ്. കിട്ടുമ്പോ മതി മറക്കും. കുറച്ച് കൊടുത്താലോ പടച്ചോനെ എന്റെ കാര്യത്തിൽ പറയും നമ്മളെ അവഗണിച്ചു അല്ലാ. കല്ല, അല്ലടോ, അല്ല. ആ ധാരണ ശരിയല്ല. അള്ളാഹു ആദരിക്കുന്നതിൻ്റെ മാനദണ്ഡമല്ല സാമ്പത്തിക സുരക്ഷ, സാമ്പത്തികമായ ചുറ്റുപാട്. അള്ളാഹ് ഇഷ്ടപ്പെട്ടതിന്റെ മാനദണ്ഡമല്ല. കല്ല, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല സത്യം. അള്ളാഹു ധനം, ഭൗതിക വിഭവം, ഇവിടത്തെ സൗഖ്യം അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കും കൊടുക്കും, ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കും കൊടുക്കും, ഇഷ്ടപ്പെടാത്തവർക്കും. നമ്മുടെ ഇന്നത്തെ ഇന്ത്യയിൽ പണം, വൻ കോർപ്പറേറ്റുകൾ, കൊമ്പൻ സ്രാവുകളും അധികാരികളും ആരാന്ന് ഇന്ത്യയിൽ? അള്ളാഹു ഇഷ്ടപ്പെട്ട ആൾക്കാരാ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അള്ളാഹു ഇഷ്ടപ്പെട്ടാലും കൊടുക്കും, പെട്ടില്ലെങ്കിലും കൊടുക്കും. ഇദാ വസ്സഅല്ലാഹു അലൈഹി ഫിർരിസ്ഖി ലിയഖ്തബിറഹു, ഒരാൾക്ക് അല്ലാഹു സമ്പൽ സമൃദ്ധി കൊടുത്താൽ ഫയഅ്തഖിദു, സാധാരണ മനുഷ്യൻ വിശ്വസിക്കുന്നത് അന്നദാലിക മിനല്ലാഹി ഇക്റാമുൽ ലഹു, അത് അല്ലാഹു എന്നെ ആദരിച്ചതാണ്, അല്ലാഹു എന്നെ മൈൻഡ് ചെയ്തതാണ് എന്ന് സാധാരണ മനുഷ്യൻ വിചാരിക്കും. വലൈസ കദാലിക, അത് ശരിയല്ല. ബൽ ഹുവ ഇംതിഹാനുൻ വബ്തിലാഉൻ, അത് വെറും പരീക്ഷണവും പരീക്ഷയുമാണ്. അല്ലാഹ് പല സ്ഥലത്തും ഈ സത്യം പറഞ്ഞിട്ടുണ്ട്. അയഹ്സബൂന അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വബനീൻ നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത് ബൽ ലാ യശ്ഉറൂൻ. സൂറത്തുൽ മുഅ്മിനീൻ 55-56. എന്താ ഈ ജനങ്ങൾ വിചാരിച്ചത്? അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വബനീൻ, കുറച്ച് ആരോഗ്യമുള്ള പിള്ളേരെയും കുറച്ച് പൈസയാണ് കൊടുക്കുമ്പോ നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത്, ഞാൻ ഖൈർ അവർക്ക് പെട്ടെന്ന് കൊടുക്കുകയാണ്, അള്ളാന്റെ പ്രത്യേക പരിഗണന ധൃതിയിൽ കിട്ടുകയാണ് എന്നാണോ ധാരണ? ബൽ ലാ യശ്ഉറൂൻ, അവർ കാര്യം തിരിഞ്ഞിട്ടില്ല, അവർ കാര്യം മനസ്സിലാക്കിയിട്ടില്ല. കല്ല, സത്യമതല്ല. ഇന്നല്ലാഹ തആല യുഅ്തിൽ മാല മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്കും, ഇപ്പൊ മുതലാളിമാരെയൊക്കെ കുറ്റം പറഞ്ഞ അല്ലാഹ് വെറുത്തവരാണെന്നൊന്നും വളരേണ്ട. അല്ലാഹ് ഇഷ്ടപ്പെട്ടാലും കൊടുക്കും, പെട്ടില്ലെങ്കിലും കൊടുക്കും. മഹത്വത്തിന്റെ മാനദണ്ഡം അതല്ല. അതുകൊണ്ട് സാമ്പത്തികമായി ഞെരുക്കത്തിൽ അല്ലാഹു തൽക്കാലം കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നിന്ദിക്കുകയാണെന്ന് മനസ്സിലാക്കണ്ട. അങ്ങനെ ചിന്തിച്ച് ജീവിക്കുന്നവർ നഫ്സ് അമ്മാറക്കാരാണ്. ഈ ദുസ്വഭാവികൾ, മുത്തുമയിന്നയിൽ എത്താത്ത ടീമിന്റെ സ്വഭാവം ലാ തുകിരിമൂനല്ലെത്തീം, നിങ്ങൾ അനാഥകളെ മാനിക്കൂല. അനാഥകൾ എന്താ? അനാഥകള് കുഞ്ഞുങ്ങളുടെ പിതാവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ കുടുംബവുമായി നല്ല ആത്മബന്ധമായിരുന്നു, കുട്ടികളുടെ പിതാവുമായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. സ്നേഹിതം മരിച്ചു പോയപ്പോ പിന്നെ ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്താ കാരണം? പോക്കറ്റ് ചോരും, അവിടെ ഉള്ളത് അന്തല്ലാത്ത മക്കളാണ്. ഇങ്ങനെയാണ് അമ്മാറക്കാരൻ ചിന്തിക്കുക. ഇത് മാത്രം ഒരു ദിവസം വളരേണ്ടത്, നമുക്ക് അവിടെ പറഞ്ഞ് നിൽക്കാൻ നേരമില്ലല്ലോ. അഗതികൾ, പാവപ്പെട്ടവരായ, ദരിദ്രരായ പട്ടിണി പാവങ്ങൾ, അവർക്ക് ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കൂല നിങ്ങള്. കാരണം നിങ്ങൾ അമ്മാറയിൽ കിടന്നു കളിക്കുകയാണ്, മുത്തുമൈന്നയിൽ നിങ്ങൾ എത്തിയിട്ടില്ല. അതിന്റെ അടയാളമാണ് ദരിദ്രർക്ക് നിങ്ങൾ അന്നം നൽകാൻ പ്രേരിപ്പിക്കുന്നില്ല. അന്നം നൽകുന്നില്ല എന്നല്ല അല്ലാഹു പറഞ്ഞത്. ദരിദ്രരെ നിങ്ങൾ സഹായിക്കുന്നില്ല എന്നല്ല പറഞ്ഞത്. സഹായത്തിന് നിങ്ങൾ പ്രേരിപ്പിക്കുന്നില്ല. സഹായിക്കാതിരിക്കുക എന്നത് നല്ല മനുഷ്യന്മാരിൽ നിന്ന് സംഭവിക്കാം. മിച്ചം വന്നവർക്കല്ലേ കൊടുക്കാനുണ്ടാവുള്ളൂ. മിച്ചം തൻ്റെ ആശ്രിതരുടെയും തൻ്റെയും ആവശ്യം കഴിച്ച് മിച്ചമുള്ളവർക്കല്ലേ കൊടുക്കാൻ കഴിയുള്ളൂ. കൊടുക്കാൻ എല്ലാവർക്കും പറ്റൂല, എന്നാൽ പ്രേരിപ്പിക്കാൻ
പ്രേരിപ്പിക്കാൻ, അനാഥരുടെയും അഗതികളുടെയും കാര്യത്തിൽ പ്രേരിപ്പിക്കാൻ, അവരുടെ പുരോഗതിക്കും ഉന്നതിക്കും വേണ്ടി പ്രവർത്തിക്കാൻ, അതിനുവേണ്ടി പണിയെടുക്കാൻ ഏത് ദരിദ്രനും സാധിക്കും, പണക്കാരനും സാധിക്കും. അതുകൂടെ ഉൾപ്പെടുത്തിയിട്ട് പാവങ്ങളെയും മുതലാളിമാരെയും ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ ദരിദ്രരായ ആളുകൾക്ക് ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞത്. അനന്തര സ്വത്ത് വാരി വലിച്ചു വെച്ച് വെട്ടി വിഴുങ്ങാണ്. അനന്തരാവകാശ സ്വത്ത് വാരി കൂട്ടിയിട്ട് വെട്ടി വിഴുങ്ങാണ്. അനന്തരാവകാശ സ്വത്ത് തിന്നാൻ പാടില്ലേ? വാപ്പാന്റെ സ്വത്ത് പിന്നെ മക്കൾക്കല്ലാണ്ട് എന്താ തിന്നണ? അള്ള അങ്ങനെ വിമർശിക്കണേ? അള്ള വിമർശിച്ചത് വാപ്പാന്റെ സ്വത്ത് തിന്നുന്നതിനെയല്ല, വാരി വലിച്ചു കൂട്ടി വെട്ടി വിഴുങ്ങുന്നതിനെയാണ്. എന്ന് വെച്ചാൽ ജാഹിലിയ കാലത്തൊരു രീതി ഉണ്ടായിരുന്നു. കൊച്ചു കുട്ടികൾക്കും സ്ത്രീകൾക്കും അനന്തരാവകാശം തടയപ്പെട്ടിരുന്നു. ദുർബലരായ ആളുകളെ അനന്തര സ്വത്ത് വിഹിതിക്കുമ്പോൾ തീർത്തും അവഗണിച്ചു വിട്ടിരുന്നു. കയ്യൂക്കുള്ളവർ അവരുടെ സ്വാധീനം വെച്ച് വല്യേട്ടന്മാരെന്താകും? സ്വത്ത് മുഴുവൻ കൈയടക്കും. ആധുനിക ജാഹിലിയത്തിലും ഇത് തുടരുന്നുണ്ട് അല്ലേ? പെങ്ങള് പള്ളിയിൽ മൊയ്ലിയർക്ക് പരാതി. എന്താ പരാതി? വല്ലിക്ക റോഡ് സൈഡിലുള്ള സ്വത്തൊക്കെ എടുത്തിട്ടുണ്ട്, എനിക്ക് വയലാ തന്നത്. വല്ലിക്കാനെ വിളിപ്പിച്ചു ഉസ്താദ്. എന്തേ പറ്റിയത് ആചാര്യ? ഹജ്ജ് 3 എണ്ണം ചെയ്ത ആചാര്യാണ് ഈ പണി ചെയ്തേക്കണേ. എന്റെ ആചാര്യ ചെയ്തത്? പെങ്ങളൊരു പരാതി കിട്ടിയിട്ടുണ്ടല്ലോ, അവൾക്ക് 65 സെന്റാ കൊടുത്തത്, എനിക്ക് വെറും 5 സെന്റ്. 65 സെന്റ് മൊത്തം വിറ്റാല് 2.25 ലക്ഷം കിട്ടുക, ഇവന്റെ 5 സെന്റിന് 5 കോടിയാ കിട്ടുക. എന്താ വളവ്? നല്ല മസാലയുള്ളത് അല്ലേ? ഇങ്ങനെ ഇന്നുണ്ട്, ഇന്ന് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. വഴിയുള്ള റോഡുള്ള സ്ഥലമൊക്കെ വല്യേട്ടൻ കൈയടക്കി. മറ്റേത് പങ്ങന്മാർക്കാവ് മതി. എന്താ കാരണം? വാപ്പ കല്യാണം കഴിച്ചു കൊടുത്തപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ന്യായത്. പെരുമ്പാവൂരിന്നൊക്കെ ഞാൻ നല്ല കേട്ടിട്ടുണ്ട്. അത് വാപ്പാന്റെ സ്വത്ത് ഓരി വെച്ചപ്പോ ഇക്കമാരൊക്കെ പങ്കിട്ടെടുത്തു, പെമ്പിള്ളേർക്ക് ഒന്നുമില്ല. എന്താ കാരണം? കെട്ടിച്ച നേരത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പഹയനെ തീറ്റി പോറ്റിയൊക്കെ എന്നാ കണക്ക് വെക്കേണ്ടി വരുമല്ലോ. മാത്രല്ല, ഒരു വല്യക്ക വന്ന് പറയാണ്, എനിക്ക് കുറച്ച് കൂടുതൽ വേണം. എന്താ കാരണം? ബാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ ലോറി മേടിച്ചു കൊടുത്തിട്ടുണ്ട് വാപ്പാക്ക്. വേറെ മോൻ വന്ന് പറയാണ്, ബാപ്പ മയ്യിത്തായപ്പോ മൂക്കിൽ വെക്കാനുള്ള പഞ്ഞി ഞാനാ മേടിച്ചത്. ഇതൊക്കെ ഉളുപ്പില്ലാതെ പറയുന്ന ടീമേ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പാട്ടുകേടി നടക്കുന്ന ടീമിലുണ്ട്. ഇതാണ് അള്ളാഹ് കുറ്റം പറയുന്നത്. പ്രിയമുള്ള മൂവാറ്റുപുഴക്കാരായ സഹോദരന്മാരെ പേടിച്ചോ. മൻ ലലമ ഖീദ ശിബിരിൻ മിനൽ അർള്. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അള്ളാന്റെ റസൂല് പറയുന്നു, ഒരു ചാണ് ഭൂമി അനർഹമായ നിലക്ക് നീ വെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ തന്തയുടെ സ്വത്തായിരിക്കാം, നിന്റെ പെങ്ങൾക്ക് കൊടുക്കാതെ ആയിരിക്കാം. ഒരു ചാണ് ഭൂമി അനർഹമായ നിലക്ക് നീ വെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ 7 ഭൂമി മാലയാക്കി അവന്റെ കഴുത്തിൽ ഹാരാർപ്പണം നടത്തും നാളെ അന്ത്യനാളിലെന്ന് മുഹമ്മദ് മുസ്തഫ. നമുക്ക് ഊഹിക്കാൻ പറ്റുമോ? 7 ഭൂമി മാലയാക്കിയിട്ട് അവന്റെ കഴുത്തിൽ ഇട്ടുകൊടുക്കും എന്ന് പറഞ്ഞാൽ ഊഹിക്കാൻ പറ്റുമോ അത്? അപ്പൊ ഊഹിക്കാനാകാത്ത അടിയാ വരിക. എന്താ ഒരു ചാണ് കിട്ടിയിട്ട് ഇങ്ങനെ അതിര് മാന്തുന്ന ടീമുണ്ട്. അതൊരു രസം. എന്താ കിട്ടിയിട്ട് അവിടെ തെങ്ങും തയ്യൊന്നും വെക്കൂല, എന്നാലും കേട്ട് പോന്നോട്ടെ. ധാര സ്വഭാവ. പപ്പട വട്ടത്തിൽ വിക്കാരത്തയമ്പുണ്ടാവും കാക്കാക്ക്. അന്ന് സുബൈക്ക് ജമാഅത്തിന് വന്നിട്ടുണ്ടാവും. നഫ്സ് അമ്മാറേൻ. وتأكلون التراث أكلا لما وتحبون المال حبا جما. റോങ്ങായ നിലക്ക് ധനത്തോട് മോഹം വെച്ചുകൊണ്ട് ഹക്കും ബാത്തിലുമില്ലാതെ ശരിയും തെറ്റു നോക്കാതെ നീതിയും അനീതിയും പരിഗണിക്കാതെ ധനമോഹത്തോടെ ഒരേ ഒരു അജണ്ട, സമ്പാദിക്കണം, പണം സ്വരൂപിക്കണം. ഇങ്ങനെ നടക്കുന്ന ടീം വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ. കല്ലാ, എടാ ചങ്ങാതിമാരെ, ഇങ്ങനെ ജീവിച്ചെന്തെങ്കിലും ഉണ്ടാക്കാമെന്നാണ് നിങ്ങളെ ധാരണയെങ്കിൽ, സുരക്ഷിതരായി ഇവിടെ കഴിയാം എന്നതാണ് നിങ്ങളെ ധാരണയെങ്കിൽ, കല്ലാ, നടപ്പില്ല. ഇതാ ദുഃഖത്തിൽ
ആ പ്രയോഗത്തിൽ തന്നെ ഉണ്ട് അതിന്റെ അപകടം. ഭൂമിയെ ഇടിച്ച് നിരത്തി ധൂളിയാക്കപ്പെട്ടാൽ നിന്റെ നാഥൻ എഴുന്നള്ളിയാൽ മലക്കുകൾ അണിയണിയായി നിരന്നു കഴിഞ്ഞാൽ, നാഥൻ എഴുന്നള്ളിയാൽ എന്നാണ് ഖുർആൻ പറഞ്ഞത്. നിന്റെ പടച്ചോൻ വന്നാൽ മുഫസ്സിറുകൾ പറഞ്ഞു, അള്ളാഹ് വരിക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വരണമെങ്കിൽ അള്ളാഹ്ക്ക് തടി വേണം, അതൊരു വസ്തു ആകണം. വസ്തു അല്ലാത്തത് കൊണ്ട് ഫസ്ലുൽ ഖലാഇന് വേണ്ടി അള്ളാഹിന്റെ വിധി തീർപ്പ് വന്നാൽ, അള്ളാഹ് രക്ഷാ ശിക്ഷാ നടപടികൾ വന്നാൽ എന്നാണെന്ന് വ്യാഖ്യാനിച്ചതായി കാണാം. എന്താവട്ടെ, അള്ളാഹ് പറഞ്ഞത് നിന്റെ റബ്ബ് എഴുന്നള്ളിയാൽ, മലക്കുകൾ അണിനിരന്ന് നിന്നാൽ, അന്ന് ജഹന്നമിനെ കൊണ്ടുവരപ്പെട്ടാൽ, കത്തിയാളുന്ന നരകത്തെ അതുള്ള ഇടത്ത് നിന്ന് എല്ലാവർക്കും ലൈവായി കാണാൻ പറ്റുന്ന വിധത്തിൽ കൊണ്ടുവരപ്പെട്ടാൽ, ഹദീസിൽ കാണാ കൊണ്ടുവരുന്ന സാമ്പിളൊക്കെ 70,000 കടിഞ്ഞാണുകളാണത്രേ ജഹന്നമിനുള്ളത്. 70,000 പിടിവള്ളികൾ. ഓരോ കടിഞ്ഞാണിലും 70,000 മലക്കുകൾ. സുബ്ഹാനല്ലാഹ്, 70,000 കടിഞ്ഞാണുള്ളതാണ് നരകം. ഓരോ കടിഞ്ഞാണിലും 70,000 മലക്കുകൾ. എന്നിട്ടാണ് അത് വലിച്ചു കൊണ്ടുവരുന്നത്. ഇതൊക്കെ കാണുമ്പോ അവന് വെളിവുണ്ടാകും. അള്ളാഹു പറയാ, ഇതൊക്കെ കാണുമ്പോ അവന് വെളിവുദിക്കും. ആ ബോധോദയം കൊണ്ട്, വെളിവ് കൊണ്ട് എന്താ കാര്യം? യഖൂലു, അവൻ പറഞ്ഞു പോകും, യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, ഈ ഇന്നത്തെ ജീവിതത്തിന് വേണ്ടി ഞാനൊരു മുന്നൊരുക്കം നടത്തിയിരുന്നെങ്കിൽ. മൂവാറ്റുപുഴ പള്ളിയിൽ നഫ്സ് മുത്തുമഇന്നയെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ ഉറങ്ങിയിരുന്നിട്ട്, അല്ലെങ്കിൽ മൊയ്ലിയർക്ക് വേറൊന്നും പറയാനില്ലേ എന്ന് പുറത്തിറങ്ങി വിമർശിക്കായിരുന്നു, അല്ലെങ്കിൽ 5 മിനിറ്റ് വൈകിയതിന് കുറ്റം പറഞ്ഞു നടക്കായിരുന്നു. ഇവിടുത്തെ കഥ എന്നല്ല ഞാൻ പറഞ്ഞു, നിങ്ങൾ കുറ്റപ്പെടുത്തല്ല, നിങ്ങൾ ഇത് മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. അവിടെ വെച്ച് പറയാ, യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, ഈ ജീവിതത്തിന് വേണ്ടി ഞാനൊന്ന് ഒരുങ്ങിയിരുന്നെങ്കിൽ. പക്ഷെ എന്ത് കാര്യമുണ്ട്? അന്ന് അള്ളാഹു അടിക്കുന്നത് പോലെ അടിക്കുന്ന ഒരാളുണ്ടാവില്ല. അന്ന് അള്ളാഹു പിടിച്ചു കെട്ടുന്നത് പോലെ പിടിച്ചു കെട്ടുന്ന ഒരുത്തനുണ്ടാകൂല. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, എന്നിട്ടാണ് മുത്മഇന്നയെ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ കുറേ സ്വഭാവം പറഞ്ഞു. ഈ സ്വഭാവം നമുക്കുണ്ടോ? രക്ഷയില്ല കേട്ടോ. അതുകൊണ്ട് മുത്മഇന്നയിലേക്ക് നമുക്ക് ഓടണം, നമുക്ക് എത്തണം. എന്താണത് എത്താനുള്ള മാർഗം? ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം ഓരോ വിഷയങ്ങൾ. അത് വേറൊരു കാര്യങ്ങളും കൂടി ഇതിനകത്തുണ്ട്. മനസ്സമാധാനത്തിന്റെ മരുന്നാണ് ഇനി പറയാൻ പോണേ. നഫ്സ് മുത്തുമയിനയിലേക്ക് എത്താനുള്ള വഴി എന്ന് അറബിയിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. മനസ്സമാധാനത്തിനുള്ള വഴി എന്ത്? അതിന് ദീനുൽ ഇസ്ലാം സമാധാനക്കേടിന്റെ അസ്വാസ്ഥ്യത്തിന്റെ കാരണങ്ങൾ പറഞ്ഞ് അവിടെ ട്രീറ്റ് ചെയ്യാൻ. നമ്മൾ തലവേദനക്ക് സാധാരണ ചെയ്യണ എന്താണ്? വേദനകൾക്ക് സാധാരണ ആധുനിക മെഡിക്കൽ സയൻസ് ചെയ്യുന്ന എന്താണ്? പെയിൻ കില്ലർ അങ്ങ് തരും. അസുഖം അങ്ങനെ തന്നെ അവിടെ കിടപ്പുണ്ടാവും, വേദന അറിയില്ല എന്ന് മാത്രം. തലവേദനക്ക് പെയിൻ കില്ലർ അടിച്ചു, വയറുവേദനക്ക് വേദന സംഹാരി ഗുളിക അടിച്ചു, കുഴപ്പം മാറൂല. യഥാർത്ഥ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? എന്തുകൊണ്ട് ഈ വയറുവേദന? അതിന്റെ മൂല കാരണം കണ്ടെത്തി അവിടെ ട്രീറ്റ് ചെയ്താൽ വയറുവേദന മാറും, പിന്നെ പെയിൻ കില്ലർ വേണ്ട. ഇതുപോലെ സമാധാനക്കേട് എന്തുകൊണ്ട്? എന്താണ് മനുഷ്യന്റെ മനസ്സ് നീറുന്നത്? അവന്റെ അസ്വാസ്ഥ്യങ്ങൾക്ക് കാരണമെന്ത്? അവന്റെ ടെൻഷന് കാരണമെന്ത്? ആ കാരണം ദീനുൽ ഇസ്ലാം പറഞ്ഞു തരുന്നു, മറുമരുന്ന് പറഞ്ഞു തരുന്നു. നമുക്കതുകൂടെ പഠിച്ചിട്ട് നഫ്സ് മുത്മഇന്നയിലേക്ക് യാത്ര ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, മാനസികമായി ഞങ്ങളെ നീ ഉയർത്തുകയും വളർത്തുകയും കരുത്ത് നൽകുകയും ചെയ്യണമേ.